പതുക്കെ പതുക്കെ കഴിക്കാവുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ദേണ്ട നമ്മുടെ സഹാറ സെൻറ്ററിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബാർബിക്യൂ നേഷന് വന്നേക്കുവാണ്. ബാർബിക്യൂ നേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഷാർജയിലൊക്കെ ഓൾറെഡി ഉണ്ട്. ഇത് നമ്മുടെ തൊട്ട അയൽവക്കത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം അങ്ങ് പൂർത്തീകരിച്ചതാണ്. അപ്പം ഇതൊരു ബൊഫേ സിസ്റ്റം ആണെന്ന് അറിയാമല്ലോ. നമ്മൾ അത്രയും ഭക്ഷണമൊന്നും ഒരുമിച്ച് കഴിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും പോകാതിരുന്നത്. പക്ഷേ നമ്മൾ ഒരു തവണയായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ സാമുവലിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ പോയതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണമുണ്ട്, ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട്. മിക്കതും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഭക്ഷണമാണ്. എനിവേ നമ്മളതെല്ലാം ആദ്യം നിങ്ങൾ ചെല്ലുമ്പോഴേ എല്ലാം നടന്നൊന്ന് കാണണം. എന്നിട്ട് നിങ്ങളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്, ലാസ്റ്റ് കഴിക്കേണ്ടത് ഏതാണ്, അങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കാവുള്ളൂ. നമുക്കൊരു എന്താ പറയുന്നത്, ഒരു സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്തിട്ട്, നമ്മുടെ ബിഗ് ബോസ് ഒക്കെ പോലെ ഒരു സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്ത് കഴിക്കാവുള്ളത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇതെല്ലാം നമ്മൾ കഴിക്കുക, അതുകൊണ്ട് ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്യുന്നത് വിചാരിച്ച് നിങ്ങൾ എല്ലാ സാധനത്തിലും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നും പറ്റത്തില്ല. ഞങ്ങളങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് എല്ലാ മെയിൻ കോഴ്സിലും ഒന്നും തൊടാനായിട്ട് പോലും പറ്റിയിട്ടില്ല. പിന്നെ നോ പ്രോബ്ലം, അത് നമ്മുടെ വയറാണ്, നമുക്ക് പറ്റാവുന്നത് നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ കാശ് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തോന്നിയ പോലെ എടുത്തൊന്നും ഭക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. എനിവേ ഇതുകൊണ്ട് ഒരുപാട് സ്റ്റാർട്ടേഴ്സ് വരും. നമുക്ക് നല്ല നല്ല സ്റ്റാർട്ടേഴ്സ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ, ഒന്നും മോശം എന്ന് പറയാനില്ല. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളതാണ് അവരുടെ പൈനാപ്പിള്, പിന്നെ ഈ പൊട്ടറ്റോ വെഡ്ജസ്, പിന്നെ ഒരു കോണിൻ്റെ ഒരു സംഭവം, ക്രിസ്പി കോൺ, പിന്നെ പ്രോൺസ്, ഇതെല്ലാം നമ്മൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ ചിക്കനുണ്ട്, ഫിഷുണ്ട്, അതൊക്കെ എല്ലാം നല്ലതാണ്. ഞാൻ പറഞ്ഞ മസ്റ്റ് ട്രൈ ആണ് എന്ന് പറഞ്ഞ് ഇത് മുഴുവൻ വയറ് നിറച്ച് കഴിക്കരുത്. ഇനി സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ഇതിനെ ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ സൈഡിൽ വെക്കുക. മറ്റേ സാധനമൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോന്ന് തട്ടുക. പ്രോൺസൊക്കെ നന്നായിട്ട് കഴിച്ചോണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മുടെ വില കൂടിയ ഡിഷുകൾ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കഴിക്കുക. പിന്നെ ഇത് കണ്ട് ഇതുപോലെ മെയിൻ കോഴ്സ് ഐറ്റംസൊക്കെ ദാൽ ചാവൽ അങ്ങനെയൊക്കെ കുറേ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളതൊന്നും കഴിച്ചില്ല, കാരണം അതെല്ലാം കൂടെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ മെയിൻ കോഴ്സിൽ എടുത്തതെന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയും കോഴി ബിരിയാണിയാണ്. കാരണം അത് വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. അത് നമ്മൾ കഴിച്ചു. വളരെ കുറച്ച് ഒരു പീസ്, ഒരു ഇച്ചിരി റൈസും കൂടി കഴിച്ചു. വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരുപാട് സാമുവലിന് പാസ്ത വേണമെന്ന് പറഞ്ഞു. സാമുവൽ അത് ലൈവ് സ്റ്റേഷനാണ്, അതുണ്ടാക്കി. നമ്മൾ കഴിക്കാതിരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർലിക് നാനും ആ ഒരു വീറ്റ് പറാട്ടയാണ്. കാരണം അതിന് നമ്മൾ പിന്നെയും കറി എടുക്കണം, നമുക്കത് കഴിക്കാനോ കംപ്ലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അത് നമ്മൾ പറഞ്ഞത് തന്നെ വേസ്റ്റായിപ്പോയി. ബാക്കി എല്ലാ സാധനവും അടിപൊളിയാണ്. സാമോൻ ഇങ്ങനെ ഇരിക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ ചാട്ട് പറഞ്ഞു, എൻ്റെ പൊന്നോ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പനീർ, പിന്നെ പാനിപ്പൂരിയും പിന്നെ ദഹിപ്പൂരി, അതൊരു ഫ്ലേവർഫുൾ ബോംബാണ്. നമ്മുടെ വായ്ക്കകത്തോട്ട് ഈ സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്കും, നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ഇറച്ചിയും മീനും ഒക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പം ഈ സാധനം ചെല്ലുമ്പം നമ്മുടെ വായ്ക്ക് നല്ലൊരു രുചിയാണ് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ ആക്രമണം തുടങ്ങിയത് കുൾഫിയിലായിരുന്നു. കുൾഫി ഞങ്ങൾ അർമാദിച്ച് കഴിച്ചു. പലതരത്തിലുണ്ടായിരുന്നു, എല്ലാ ഫ്ലേവറും ടെസ്റ്റ് ചെയ്തു. ഞാൻ കഴിച്ചത് ഈ പാനിൻ്റെ ഒരു സംഭവമായിരുന്നു, മീഠാ പാൻ. അതിൻ്റെ അകത്ത് തന്നെ ഗുൽക്കണ്ടോ അങ്ങനെ അങ്ങോട്ടൊരു സാധനമൊക്കെ ചേർത്ത് അവർ തന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു കേക്കും പേട ഒന്നും വിട്ടില്ല, എല്ലാം എടുത്ത് ചവച്ച് മുറിച്ച് തണ്ട ഗ്ലാസിൻ്റെ അകത്ത് തെരാമസു കുത്തി ഇറക്കി ഞെക്കി മുക്കി എല്ലാം കഴിച്ചു. നല്ല രസമായിരുന്നു. ചെറിയൊരു ഞാനും സാമീരും കൂടെ സ്വീറ്റ് വന്നപ്പോൾ ചെറിയ മത്സരം തന്നെ ആയിരുന്നു. സാമാന്യ പകുതിക്ക് വെച്ച് ക്ഷീണിച്ച് മടുത്തു. ഞങ്ങൾ എന്നാണേലും ഒട്ടും വിട്ടില്ല, ഞങ്ങൾ പറ്റാവുന്ന അത്രയും കഴിച്ചു. ചെറുക്കന്മാരൊക്കെ എനിക്ക് തോന്നുന്നു ഇവരതിൻ്റെ കഴിപ്പ് നിർത്തുന്നില്ല എന്നാണ് തോന്നുന്നു പറയുന്നത്. പക്ഷേ വളരെ നല്ല സർവീസായിരുന്നു. കസ്റ്റമർ കെയർ ഒക്കെ വളരെ നല്ലതാണ്. വീക്കെൻഡിൽ ഒരു റേറ്റാണ്, വീക്ക് ഡേയ്സിൽ ഒരു റേറ്റാണ്. ബർത്ത്ഡേ ഉള്ളയാൾക്ക് ഫ്രീ ആണ്, പക്ഷേ മിനിമം 3 പേര് വേണം. ലഞ്ചിനും ഡിന്നറിനും ഡിഫറെൻറ്റ് റേറ്റാണ്. ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. സാമുവലിൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ തന്ന കേക്ക്, ഇത് നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ആ കേക്ക് നമുക്ക് പാഴ്സൽ ചെയ്തവർ തന്നു. അവരെല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസും ബർത്ത്ഡേക്കാരന് തന്നതാണ് കോംപ്ലിമെൻ്ററി ആയിട്ട്. അതും വളരെ നല്ലതായിരുന്നു.
അങ്ങനെ വളരെ നല്ല ഒരു ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ച് ഫുള്ളായപ്പോഴാണ് ഞങ്ങൾ ആ കൊടിയൊക്കെ താഴ്ത്തിയത്. അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പൊട്ടറ്റോ വെഡ്ജസും ഒക്കെയാണ്. നമുക്ക് തീരുമ്പം ഇതുണ്ടോ, സ്ക്യൂവേഴ്സ് ഇങ്ങനെ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കും. അതിൽ ചിക്കനും മട്ടനും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് മതിയെങ്കിലും പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.